എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട തിരുമേനി, അതുപോലെ എൻ്റെ അധ്യാപകനായ ഐസക് സാർ, അതുപോലെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുള്ള നന്ദി സ്നേഹത്തെ ആദ്യം അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ശ്രദ്ധേയമായൊരു ചടങ്ങിൽ ചില കാര്യങ്ങൾ സംസാരിക്കുന്നതിനൊരവസരം ഒരുക്കി തന്ന ഇതിന് പിന്നണിയിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരോടും ഒരിക്കൽ കൂടി സ്നേഹത്തെ അറിയിക്കും. ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ നമ്മുടെ മിഷണറി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രങ്ങളും അതുപോലെ ക്രിസ്തുമതവുമായി ബന്ധപ്പെട്ട സാമൂഹ്യ ജീവിതവും അത് സമൂഹത്തിലുണ്ടായ മാറ്റങ്ങളും എന്തെല്ലാമാണ് എന്നൊക്കെ പഠിക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ട ചില ഗവേഷണങ്ങളും എഴുത്തുമൊക്കെ ചെയ്യുന്നതിന് അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഈ ജനതകൾ കുയിരേകുന്ന വിശ്വാസം, അത് ഈ പ്രോഗ്രാം കോർഡിനേറ്റർമാർ നിർദ്ദേശിച്ചിരിക്കുന്ന ഒരു ടൈറ്റിലാണ്. അപ്പോൾ അതിൻ്റെ ചില സാമൂഹ്യശാസ്ത്ര വശങ്ങൾ വളരെ ചുരുക്കത്തിൽ വളരെ പെട്ടെന്ന് സംസാരിക്കാമെന്നാണ് കരുതുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്കെല്ലാം പരിചയമുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം, എങ്കിലും അത് ഒന്നുകൂടെ ഓർമ്മിക്കുന്നതിന് വേണ്ടി ഞാൻ ഒന്നുകൂടെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഈ മിഷണറി പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഒരു ആഗോള ചരിത്രത്തിൻ്റെ കോണ്ടക്സ്റ്റിൽ നിന്നാണ് പലപ്പോഴും ആളുകൾ അന്വേഷിക്കുന്നത്. അത് ലോകമെമ്പാടും, നമ്മുടെ കേരളത്തിൽ മാത്രമല്ല. ഇപ്പോൾ നമ്മൾ ആഫ്രിക്കയുടെ ചരിത്രത്തിൽ, ആഫ്രിക്കയിൽ ഏതെങ്കിലും രാജ്യത്തിൻ്റെ, പ്രത്യേകിച്ച് സൗത്ത് ആഫ്രിക്ക ഉദാഹരണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ, അവരുടെ ഒരു സാമൂഹ്യ പരിവർത്തനത്തെക്കുറിച്ചും അവരുടെ ഭാഷയും പ്രസ്സിനെക്കുറിച്ചും ലാംഗ്വേജിനെക്കുറിച്ചും ഒക്കെയുള്ള ആലോചനകൾ നമ്മൾ അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞാൽ മിഷണറി പ്രസ്ഥാനങ്ങളിൽ തന്നെയാണ് ചെല്ലുന്നത്. നമ്മുടെ ശ്രീലങ്കയിലേക്ക് ചെന്നാലും അത് തന്നെയാണ്. അല്ലെങ്കിൽ എന്ന് തുടങ്ങി മറ്റു പല പ്രദേശങ്ങളുടെ ഒരു ചരിത്രത്തിലും നമ്മൾ മിഷണറിമാരുടെ ഒരു സാന്നിധ്യം, കൊളോണിയലിസം എവിടെയെല്ലാം ഉണ്ടായിരുന്നു അവിടെയെല്ലാം തന്നെ ഈ മിഷണറി പ്രസ്ഥാനങ്ങൾ വളരെ സജീവം. CMS-ഉം LMS-ഉം SPCKയും എന്നൊക്കെ തുടങ്ങിയ നിരവധി മിഷണറി പ്രസ്ഥാനങ്ങളുണ്ട്. അപ്പോൾ ഇതൊരു ആഗോള ചരിത്രത്തിൻ്റെ, അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള ചരിത്ര സാമൂഹ്യശാസ്ത്ര വിദ്യാർത്ഥികൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന, നിരവധി പഠനങ്ങൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഗവേഷണ മേഖല തന്നെയാണ് നമ്മുടെ മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ. അപ്പോൾ അതിനോടനുബന്ധമായി പലതരം ചോദ്യങ്ങളാണ് രൂപപ്പെടുന്നത്. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മളൊരു ചരിത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അക്കാദമികമായ ഒരു ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആരും കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത ഏതെങ്കിലും സംഭവങ്ങളെ കണ്ടെടുത്തുകൊണ്ട് വരിക എന്നുള്ളത് ഒരിക്കലും ഒരു ചരിത്രമല്ല. അത് ലോകത്തിൽ നിരവധി സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് തന്നെയാണ്, നമ്മുടെ പ്രദേശത്തും അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ സഭയുടെ ഒക്കെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ആരും അങ്ങനെ കേട്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ അധികം ആരും ചർച്ച ചെയ്തിട്ടില്ലാത്ത, പൊതു സമൂഹത്തിന് പരിചിതമല്ലാത്ത എന്തെങ്കിലും വിഷയങ്ങൾ ലോകമെമ്പാടും നടന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ കണ്ടെടുക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു ചരിത്രമല്ല. ആരും പറയാത്ത കാര്യങ്ങളെ പറയുക എന്ന് പറയുന്നത് ഒരു ചരിത്രമല്ല. ഇപ്പോൾ ചരിത്രത്തിൻ്റെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ ചരിത്രം എന്ന വൈജ്ഞാനിക മേഖലയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അത് നമ്മുടെ സമകാലിക സമൂഹവുമായിട്ട് അല്ലെങ്കിൽ സമകാലിക അവസ്ഥയുമായി അതിന് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അതിനോട് കണക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളെ നമ്മൾ ഭൂതകാലത്ത് നിന്ന് കണ്ടെടുത്തുകൊണ്ട് വരുന്നിടത്താണ് ചരിത്രം ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു സ്വാഭാവികമായിട്ടും പല ആളുകളും എന്തെങ്കിലും നമ്മുടെ പഠനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രൊജക്റ്റൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ളൊരു കോണ്ടക്സ്റ്റിൽ പലപ്പോഴും എന്തെങ്കിലും സംഭവങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരുന്നു എന്നതിനപ്പുറമായി നമ്മളൊരു ഗവേഷണം എന്ന നിലയിൽ, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ പഠിക്കാനൊക്കെ ഉപയോഗിക്കുന്ന പല ചരിത്ര പുസ്തകങ്ങളൊക്കെ എഴുതപ്പെട്ടതിന് പിന്നിൽ നമ്മുടെ ഒരു സമകാലിക അവസ്ഥയുമായൊരു ബന്ധമുണ്ടായി. അപ്പോൾ അത് ഈ മിഷണറി പ്രസ്ഥാനത്തെക്കുറിച്ച് പഠിക്കുന്ന ആളുകളും അങ്ങനെ തന്നെയാണ് പഠിക്കാൻ ശ്രമിച്ചത്. ഒരുപാട് ആളുകൾ ഇപ്പോൾ 1960-കൾ മുതൽ നമ്മുടെ നാട്ടിലെ മിഷണറി പ്രസ്ഥാനങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ വളരെ സജീവമായി നടക്കുന്നുണ്ട്. വിദേശ സർവകലാശാലയിൽ നിന്ന് ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ, ഇപ്പോൾ റോബിൻ ജെഫ്രിയുടെയൊക്കെ പഠനം നമുക്കെല്ലാം പരിചയമുണ്ട്. ലണ്ടനിലെ സസെക്സ് യൂണിവേഴ്സിറ്റിയിലാണ് അദ്ദേഹം PhD ചെയ്യുന്നത്. അപ്പം അദ്ദേഹം 74 സബ്മിറ്റ് ചെയ്ത പുസ്തകം അതിന്നും നമുക്ക് അവൈലബിളാണ്. നായർ മേധാവിത്വത്തിൻ്റെ പതനം എന്ന പേരിൽ അത് മലയാളത്തിലൊക്കെ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വ്യാപകമായ മിഷണറി രേഖകൾ വെച്ചിട്ടാണ് അദ്ദേഹം ആ ഒരു ചരിത്രം നെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനുശേഷം പിന്നീട് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഒരു CSI വിശ്വാസികൾ എന്ന നിലയിൽ നമ്മളെ സംബന്ധിച്ച് ഒരു പിന്നോക്കാവസ്ഥ എന്ന നിലയിലാണെങ്കിലും നമുക്ക് പ്രഗത്ഭരായിട്ടുള്ള 2 വൈദികരാണ് നമ്മളെ സംബന്ധിച്ച് ഈ ഒരു ചരിത്രത്തിൽ കൃത്യമായൊരു സംഭാവന നൽകിയിരിക്കുന്നത്. ഒന്ന് നമ്മുടെ മോഡറേറ്ററായിരുന്ന JW ഗ്ലാഡ്സ്റ്റൺ തിരുമേനിയുടെ വർക്കാണ് ഒന്ന് വരുന്നത്. പിന്നെ 2 നമ്മുടെ ഇപ്പം അച്ഛൻ്റെ സാന്നിധ്യമുണ്ട്, നമ്മുടെ ജോർജ് ഉമ്മൻ അച്ഛൻ്റെ വർക്കുകളാണ്. അപ്പം ഇവരുടെ 2 വർക്കുകളാണ് നമ്മളെ സംബന്ധിച്ച് ഒരു CSI വിശ്വാസികൾ എന്ന നിലയിൽ ഈ ലോകത്തിൽ ഒരു പ്രധാനപ്പെട്ട ചർച്ച എന്ന നിലയിൽ, അല്ലെങ്കിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള, അതായത് ഒഴിച്ചുകൂടാൻ സാധിക്കാത്ത, അതായത് നിങ്ങൾ തിരുവിതാംകൂറിനൊരു മിഷണറിമാരെ സംബന്ധിച്ചുള്ളൊരു ചരിത്രം എഴുതുകയാണെങ്കിൽ ഇവരെ സ്പർശിക്കാതെ പോകാൻ പറ്റത്തില്ല
എന്ന ഒരു കണ്ടീഷനിലേക്ക് വന്നിരിക്കുന്ന നമ്മളെ സംബന്ധിച്ച് 2 പുസ്തകങ്ങൾ. ആ സമയം നിരവധി പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെടുന്നുണ്ട്. ഒരു 2-3 വർഷം കൂടുമ്പോൾ മഹായിടവയുടെ ചരിത്രമൊന്നും അല്ലെങ്കിൽ മറ്റ് പല മഹായിടവകളുടെ ചരിത്രം, മിഷണറിമാരുടെ ചരിത്രം എന്നൊക്കെ പറഞ്ഞ് പുസ്തകങ്ങളൊക്കെ തർക്കമൊന്നുമില്ല. പക്ഷേ ഞാൻ ആദ്യം സൂചിപ്പിച്ച് പോലെ നമുക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ ശേഷിയുള്ള പുസ്തകങ്ങൾ മാത്രമാണ് എപ്പോഴും ജീവനോടെ, അതിനാണ് മരണമില്ലാതെ നിലനിൽക്കുക. അപ്പം ഇവിടെ പ്രധാനമായും ആളുകൾ വന്ന് ചോദിക്കാൻ ശ്രമിച്ചത്, ഈ പിൽക്കാലങ്ങളിൽ വന്ന് ചോദിച്ചത്, ഈ കേരളത്തിൻ്റെ ഒരു ജീവിതക്രമം എന്ന് പറഞ്ഞത് പരിപൂർണമായി വ്യത്യാസപ്പെട്ട മലയാളികളുടെ, നമുക്കെല്ലാം പരിചിതമായിട്ടുള്ളൊരു സങ്കല്പം തന്നെയാണ്. കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട്. കേരളത്തിനൊരു വികസന മാതൃകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ബാക്കി സംസ്ഥാനങ്ങളിലുള്ള ആളുകളിൽ നിന്ന് പരിപൂർണമായി വ്യത്യാസപ്പെട്ട ഒരു ജീവിതക്രമത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം ഭയങ്കര ഉയർന്നതാണ്. നമുക്ക് ഹോസ്പിറ്റലുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. സ്കൂളുകളുടെ എണ്ണം, കോളേജുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഇപ്പോൾ ലൈബ്രറികളുടെ എണ്ണം പരിശോധിച്ച് കഴിഞ്ഞാൽ, അപ്പം ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത് മഹാരാഷ്ട്രയിലാണ്, സെക്കൻഡ് കേരളത്തിലാണ് ഏറ്റവും കൂടുതലുള്ളത്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നമ്മുടെ സംസ്ഥാനത്തിന് ഇരട്ടി വലിപ്പമുള്ള സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ ലൈബ്രറികളുണ്ട്. അപ്പോൾ അങ്ങനെ പല രീതിയിലാണ് വികസന പഠിതാക്കൾ, അല്ലെങ്കിൽ ഈ കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സങ്കല്പത്തെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ നിരവധി കാര്യകാരണങ്ങൾ ഇങ്ങനെ സൂചിപ്പിക്കാറുണ്ട്, ഇൻഡിക്കേറ്റേഴ്സ് എന്നുള്ള രീതി. അല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണമായി, ഇപ്പോൾ ഏറ്റവും കൂടുതൽ 5 സ്റ്റാർ ഹോട്ടലുകളുള്ളത് കേരളത്തിലാണ്. നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ 5 സ്റ്റാർ ഹോട്ടലുകളുള്ളത് കേരളത്തിലാണ്. അപ്പോൾ ഇങ്ങനെ പല തരത്തിൽ നമ്മൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അതുപോലെ ഗർഭിണികളുടെ മരണനിരക്ക് ഏറ്റവും കുറവ് വരുന്നു. തുടങ്ങി കുറേ കാര്യങ്ങളുണ്ട്. പ്രായമായിട്ടുള്ള ആളുകളുടെ കാര്യം വരുന്നു. കുഗ്രാമങ്ങളൊന്നും ഇല്ലാത്ത പ്രദേശം വരുന്നു. അപ്പോൾ ഇതിൻ്റെ കാരണം എന്ത് എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം. അതായത് ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളുണ്ടെങ്കിലും ഇന്ത്യയിൽ നിരവധി ആളുകൾ ജീവിക്കുന്നുണ്ട്. പക്ഷേ അതിൽ നിന്ന് വ്യത്യാസപ്പെട്ട ഒരു ജീവിതക്രമം എങ്ങനെയാണ് മലയാളികൾക്ക് ഉണ്ടായി വന്നത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യമായത്. അപ്പോൾ അതിൻ്റെ ഉത്തരത്തിലേക്ക് ആളുകൾ പല രീതിയിൽ പോകുന്നു. അതിലൊരു പ്രധാനപ്പെട്ട ഉത്തരം നൽകുന്നത് മിഷണറി പ്രസ്ഥാനമാണ് മലയാളികൾക്ക് ഇങ്ങനെയൊരു സാമൂഹിക ജീവിത സാമ്പത്തിക ക്രമം നിർമ്മിക്കുന്നതിന് കാരണമായത് എന്ന് പറയുന്ന പഠനങ്ങളൊക്കെയാണ് ചില ആളുകൾ മുൻപോട്ട് വെക്കുന്നത്. അപ്പോൾ എന്തായാലും ഇങ്ങനെ പലതരത്തിലുള്ള സങ്കല്പങ്ങൾ വരുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ചോദിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഈ മിഷണറി പ്രസ്ഥാനങ്ങൾ വന്നതോടുകൂടി ആരെല്ലാമാണ് പരിഷ്കരിക്കപ്പെട്ടത്, എങ്ങനെയാണ് പരിഷ്കരണം നടന്നത് എന്ന ഒരു ചോദ്യവുമാണ് അടുത്തതായി നമ്മൾ കാണും. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ളൊരാലോചനകൾ നമ്മൾ നടത്തിക്കഴിഞ്ഞാൽ നമ്മൾ കാണാം, നമുക്ക് തന്നെ അറിയാം, കേരളം അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പ്രദേശത്തിന് നിരവധി വലിയ വേദങ്ങളുടെയും ഇതിഹാസങ്ങളുടെയൊക്കെ ചരിത്രം പറയാനുണ്ടെങ്കിലും നമ്മളെ സംബന്ധിച്ച് ഒരു മനുഷ്യൻ എന്നൊരു സങ്കല്പം ഇല്ലാഞ്ഞ ഒരു നാട് തന്നെയായിരുന്നു ഇന്ത്യ എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ഇന്ത്യൻ സാഹചര്യങ്ങളിൽ മനുഷ്യത്വം തുടങ്ങിയ സങ്കല്പങ്ങളൊന്നും തന്നെ ഇല്ലാതിരുന്നു. അപ്പോൾ ഇന്ത്യ എന്തുമാത്രം ഭീകരാവസ്ഥയിലായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് ഗവേഷണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഈ സതിയുടെ കാര്യം തന്നെ പലപ്പോഴും ഉദാഹരണമായിട്ട് പറയുന്നതാണ്. അപ്പോൾ സതി എന്ന് പറയുന്നത് ഈ മിഷണറി പ്രസ്ഥാനവും കൊളോണിയലിസവും കൊളോണിയൽ മോഡേണിറ്റിയും ഒക്കെ വരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ആളുകൾ മനസ്സിലാക്കുന്നത്, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ചിതയിൽ ചാടി ഭാര്യയും മരിക്കണം എന്ന ഒരു വിശ്വാസം വളരെ ശക്തമായിരുന്നു. അതൊരു തെറ്റായിട്ടുള്ളൊരു കാര്യമാണെന്നും ഒരു മനുഷ്യത്വ വിരുദ്ധമായ പ്രവർത്തനമാണെന്നും ഒരു സ്ത്രീ വിരുദ്ധമായ പ്രവർത്തനമാണെന്നും നമ്മളെ ആളുകൾ ഇന്ത്യക്കാർ തിരിച്ചറിയുന്നത് ഈ ഒരു 19ാം നൂറ്റാണ്ടിലാണ് തിരിച്ചറിയുന്നത്. അപ്പോൾ അത് അത്തരത്തിലുള്ള വലിയ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എല്ലാ ഇടങ്ങളിലും. അപ്പോൾ ഏതൊരു മേഖല നമ്മൾ പരിശോധിച്ചാലും ജീവിതക്രമത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളും, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് ഈ 19ാം നൂറ്റാണ്ടിലെ കേരളം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, ഈ പി ഭാസ്കരൻ എന്ന് പറഞ്ഞ ഒരാളുടെ വർക്ക്. അപ്പോൾ അത് ഒരു ചരിത്രകാരൻ എന്ന നിലയിൽ നമ്മൾ അംഗീകരിക്കുന്നില്ല, എങ്കിലും നിരവധി രേഖകളെ ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പുസ്തകം. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ കേരളത്തിലുള്ള ആളുകളുടെ ജീവിതക്രമവും ആചാരങ്ങളും ഒക്കെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ അത്ഭുതപ്പെടുന്ന ഒരു കാര്യമാണ്, മലയാളികളായിട്ടുള്ള ആളുകൾ അവർ മലമൂത്ര വിസർജനം നടത്തുന്നത് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് പോലും ജാതിയുടെ പരാമർശങ്ങളുണ്ട്, എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള പരാമർശം. അപ്പോൾ നമുക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ പറ്റാത്ത ജീവിതക്രമം. ഇപ്പോൾ ഒരു പശുവിനെയോ ആടിനെയൊക്കെ വളർത്താം, പക്ഷേ വളർത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ പാല് കുടിക്കാൻ അവകാശമില്ല. അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഇന്നത്തെ സാഹചര്യത്തിൽ. അപ്പോൾ അതിനെതിരെ വലിയ സമരങ്ങളൊക്കെ നടന്നിട്ടാണ്. ഈ ചേർത്തല തണ്ണീർമുക്കം ബണ്ടിൻ്റെയൊക്കെ അവിടെയാണ് ഇതിനെതിരായിട്ടൊരു സമരം നടന്നത്. അതായത് അന്നത്തെ കാലത്ത് പശുവിനെ ആടിനെയൊക്കെ വളർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പശു ചെനയായി അല്ലെങ്കിൽ അതിൻ്റെ പ്രസവാനന്തരം അതിൻ്റെ പാല് കറക്കാവുന്ന സ്റ്റേജ് ആകുമ്പോഴത്തേനും ആ പശുവിനെ സമീപത്തുള്ള ഏതെങ്കിലും ഒരു നായർ പ്രമാണിയുടെ വീട്ടിൽ കൊടുക്കുന്നു. അപ്പോൾ ഈഴവരായിട്ടുള്ള ആളുകളൊക്കെ ഈ പശുവിനെ കറന്ന് കുടിച്ചതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിന് വളരെ തെളിവുകളുണ്ട്. ഈ ഒരു സ്വന്തം വീട്ടിലെ പശുവിനെ കറന്ന് പാല് കുടിച്ചതിൻ്റെ പേരിൽ ജയിലിൽ പോയി കിടക്കേണ്ടി വന്ന നിരവധി മനുഷ്യന്മാരുണ്ട് കേരളത്തിൽ. അപ്പോൾ ഈ 1960കളിലാണ് ഉഴുതുമേൽ കിട്ടൻ എന്നു പേരുള്ള ഒരു വ്യക്തിയും ഒരു ഈഴവ വൈദ്യനൊക്കെയാണ് അദ്ദേഹവും കുറേ യുവാക്കളും കൂടെ ചേർന്നിട്ടാണ്
ഇനി പശുവിനെ നമ്മൾ തന്നെ കറക്കും എന്നുള്ളൊരു തീരുമാനം എടുക്കുകയും അങ്ങനെ പശുവിനെ കൊടുക്കാതിരിക്കുകയും അങ്ങനെ അതുമായി ബന്ധപ്പെട്ടൊരു അടി പിടിയൊക്കെ ഉണ്ടാകുന്നതോടെ അതിനോടനുബന്ധമായിട്ടാണ് ഒരു നിയമം തന്നെ വരുന്നത്, പശുവിനെ കറന്ന് പാല് കുടിക്കാം എന്നുള്ളതിനെ സംബന്ധിച്ച്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എന്തുമാത്രം പിന്നോക്കമായിരുന്നു എന്നുള്ളതിന്, അല്ലെങ്കിൽ നമ്മുടെ നാട് എന്തുമാത്രം, അല്ലെങ്കിൽ മിഷണറിമാർ വന്നിറങ്ങിയ ദേശം എന്തായിരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയണമെന്നുണ്ടെങ്കിലും നമുക്ക് ഈ പറഞ്ഞ ഗവേഷണങ്ങളുടെ ഒന്നും ആവശ്യമില്ല. നമുക്ക് നമ്മുടെ നാട്ടിൽ ഈ ഒരു സ്വയം പ്രഖ്യാപിത ഹിന്ദു രാജ്യമായ ഈ തിരുവിതാംകൂറിൽ പുറപ്പെടുവിച്ച നിയമങ്ങൾ മാത്രം പരിശോധിച്ചാൽ മതി. നിങ്ങൾക്ക് ഇന്നു മുതൽ ഓട് ഇടാം, വീടിന് ഓട് മേയാം, നിങ്ങൾക്ക് പശുവിനെ കറന്ന് പാല് കുടിക്കാം, നിങ്ങൾക്ക് മൂക്കൂത്തി തിരിക്കാം, നിങ്ങൾക്ക് കമ്മലിടാം, നിങ്ങൾക്ക് മുടി വളർത്താം, നിങ്ങൾക്ക് ചെരുപ്പിടാം, നിങ്ങൾക്ക് ചക്രം പിടിപ്പിച്ച വാഹനം കന്നുകാലികളുമായി കണക്ട് ചെയ്ത് ഓടിക്കാം, നിങ്ങൾക്ക് വഴിയിലൂടെ നടക്കാം, നിങ്ങൾക്ക് വെള്ളം കുടിക്കാം. അതായത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ദൈനംദിന ജീവിതത്തിൽ എന്തെല്ലാമായിരുന്നു അടിസ്ഥാനപരമായ ആവശ്യം, അതിനെ മുഴുവൻ പരിപൂർണമായ ജാതിയുടെയും പേരിൽ മതത്തിൻ്റെയും പേരിൽ നിഷേധിച്ചിരുന്ന ഒരു സൊസൈറ്റി എന്നാണ്. അപ്പോൾ ഈ സൊസൈറ്റിയിൽ ഒരു പരിവർത്തനം വളരെ പ്രധാനപ്പെട്ടാണ്. അതെങ്ങനെ എന്നുള്ളതാണ് ആളുകൾ പലയിടങ്ങളിലും നോക്കുന്നത്. അതിൽ നമ്മൾ ഒരുമാതിരിപ്പെട്ട നിയമങ്ങളെയെല്ലാം പിൻപറ്റി ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ മിഷണറിമാരുടെ കാര്യങ്ങൾ അതിന് പിന്നിൽ കാണും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഈ തിരുവിതാംകൂറിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു ഈ താഴ്ന്ന ജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഈ ചന്തകളിൽ ഈ സാധനങ്ങൾ നിലത്ത് വെച്ച് വിൽക്കാൻ അവകാശമില്ല. അവരെന്തെങ്കിലും ഉണ്ടെങ്കിൽ തലച്ചുമടായിട്ട് ചുമന്ന് നിൽക്കണം. ഇപ്പോൾ ഒരു വാഴക്കൊലയോ പുല്ലൊക്കെയാണ് പ്രധാനപ്പെട്ട കച്ചവട സാധനങ്ങൾ. അപ്പോൾ പുല്ല് വിൽക്കണമെങ്കിൽ പുല്ല് തലയിൽ ഇങ്ങനെ ചുമന്ന് വന്ന് നിൽക്കണം. അപ്പോൾ അത് മണിക്കൂറോളം അവർ നിൽക്കുന്നു. നിന്നതിന് ശേഷം അവർ തളർന്ന സമയത്തായിരിക്കും ഒരാൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു വാഴക്കൊല വേണമെന്നുണ്ടെങ്കിൽ അയാളിങ്ങനെ പോയി നിൽക്കും. ഈ ചുമന്ന് നിൽക്കുന്ന മടുത്ത് കഴിയുമ്പോഴത്തേനും ആദ്യം പറഞ്ഞതിനേക്കാൾ കുറവ് പൈസ ആയിരിക്കും പറയുന്നത്, ആ പൈസയ്ക്ക് വാങ്ങിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഇത് നമ്മുടെ AF പെയിൻറ്റർ എന്ന് പറഞ്ഞ മിഷണറി, നമ്മുടെ CMS മിഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിഷണറിയാണ്. അപ്പോൾ അദ്ദേഹമാണ് ഇതിനെതിരായിട്ട് ഈ കാഴ്ച അദ്ദേഹം നേരിട്ട് കാണുകയും അദ്ദേഹം ഒരു റിക്വസ്റ്റ് തിരുവിതാംകൂറിന് കൊടുക്കുന്നു, ഇങ്ങനെ ഒരു പ്രതിസന്ധിയുണ്ട് താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക്, അപ്പോൾ അത് പരിഹരിക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ നിരന്തരമായി കത്തയച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഒരു സർക്കാർ ഉത്തരവ് ഇറങ്ങുന്നത്. എല്ലാവർക്കും നിലത്ത് വെച്ച് സാധനങ്ങൾ വിൽപ്പന നടത്താം എന്ന് പറയുന്ന ഒരു നിയമം പ്രസിദ്ധീകരിക്കപ്പെടും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഏത് നിയമത്തെ നോക്കിയാലും ഇപ്പോൾ വഴി നടക്കുന്നതിനെ സംബന്ധിച്ചുള്ളൊരു നിയമം പരിശോധിച്ചാൽ അത് ലണ്ടൻ മിഷൻ സൊസൈറ്റിയിലെ ഒരു വില്യം ലീ എന്ന് പറഞ്ഞൊരു മിഷണറി ആക്രമിക്കപ്പെടുന്നതിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഒരു ചർച്ചയുടെ ഭാഗമായിട്ടാണ് അത് വരുന്നത്. അപ്പോൾ ഇങ്ങനെ പല നിയമങ്ങൾക്കും ഇങ്ങനൊരു പശ്ചാത്തലം നമ്മൾ കാണുന്നു. അപ്പോൾ ഈ ഒരു വ്യവസ്ഥയ്ക്കുള്ളിൽ എല്ലാവരും ഒരേപോലെ തന്നെ കിടക്കുമായിരുന്നു. സാറാദ്യം സൂചിപ്പിച്ച പോലെ ഒരു വിഭാഗം ബ്രാഹ്മണരായിട്ടുള്ള ആളുകളും കുറച്ച് നായർ വിഭാഗത്തിൽപ്പെട്ടവരും ഒഴികെ ബാക്കി എല്ലാവരും ഏറ്റവും മോശമായ സാഹചര്യത്തിൽ മാത്രമാണ് ജീവിച്ചിരുന്നത്. ഇപ്പോൾ നമ്മൾ ക്രിസ്ത്യൻസിൻ്റെ തന്നെ ഉദാഹരണം എടുക്കുന്നു. കേരളത്തിനെ സംബന്ധിച്ച് വലിയ പാരമ്പര്യം അവകാശപ്പെടുന്നൊക്കെയുണ്ട്. നിരവധി തെളിവുകളൊക്കെ നമ്മൾ 849 മുതലുള്ള തെരുസാപ്പള്ളി ചെപ്പേട് മുതലൊക്കെയുള്ള രേഖകൾക്കകത്തും നിരവധി ഇൻസ്ക്രിപ്ഷനിലൊക്കെ നമ്മൾ ക്രിസ്ത്യൻ പ്രസൻസ് ഒക്കെ കാണുന്നുണ്ട്. യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ്. ഇപ്പോൾ അടിമക്കച്ചവടം പോലുള്ള ഞാൻ ഗവേഷണം ചെയ്തൊരു പ്രധാന മേഖല ഈ കേരളത്തിലെ മനുഷ്യക്കച്ചവടത്തെക്കുറിച്ചാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള സമീപകാല പഠനങ്ങളൊക്കെ ഈ വരുമ്പോൾ, പ്രത്യേകിച്ച് കൊച്ചിയെ മുൻനിർത്തിയുള്ള പഠനങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ അകത്ത് നിരവധി ഈ ഡച്ചുകാർ പോർച്ചുഗീസുകാരൊക്കെ വന്നതിന് ശേഷം ഈ കച്ചവടം നടത്തുമ്പോൾ തന്നെ അവർ സ്വാഭാവികമായിട്ടും ജാതി ആര് എന്നുള്ളതിനെക്കുറിച്ച് എഴുതാറുണ്ട്. വിൽക്കപ്പെടുന്നവരും വിൽക്കുന്ന ആളുടെയും ഒക്കെ ജാതി എഴുതി വെക്കുന്ന ഒരു പതിവ് ആ കാലങ്ങളിലെ രജിസ്റ്ററുകളാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പം ഏറ്റവും കൂടുതൽ കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്നതായിട്ട് നമ്മൾ കാണുന്നത് ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആളുകളെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതുപോലെ ഒരു ഫ്രാൻസിസ് ഡേ എന്ന് പറഞ്ഞൊരു പ്രധാനപ്പെട്ടൊരു എഴുത്തുകാരുണ്ട്, ബ്രിട്ടീഷുകാരുടെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം ഈ മലബാറിലെ മീനുകളെക്കുറിച്ചൊരു പഠനം നടത്തുന്നുണ്ട്. പിന്നീട് നമ്മുടെ കൊച്ചിയുടെ ഒരു ഹിസ്റ്ററിയും അദ്ദേഹം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അപ്പോൾ പല ഡച്ച് ഡോക്യുമെൻറ്റുകളൊക്കെ നോക്കിയിട്ടാണ് അദ്ദേഹം പഠിച്ചത്. അപ്പോൾ അത് വെച്ചിട്ട് അദ്ദേഹം സൂചിപ്പിക്കണം, മട്ടാഞ്ചേരിയിൽ പലപ്പോഴും ക്രിസ്ത്യൻ ദേവാലയങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 6 ദിവസവും അടിമകളെ കെട്ടിയിടുന്ന ഗോഡൗണായിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. 7ാം ദിവസം ഈ അടിമകളെ മുഴുവൻ പുറത്ത് നിർത്തിയിട്ട് അവിടെ ആരാധന നടത്തുന്ന ഒരു രീതിയാണ്. അതല്ലെങ്കിൽ നമ്മൾ മുളന്തുരുത്തി പള്ളിയുടെയൊക്കെ ഒരു ഹിസ്റ്ററി പരിശോധിച്ച് കഴിഞ്ഞാൽ അത് ഈ KK കുസുമ്പൻ എന്ന് പറഞ്ഞ കേരള യൂണിവേഴ്സിറ്റിയിലൊരു അധ്യാപകം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം സൂചിപ്പിക്കുന്നത് നമ്മുടെ പള്ളിയിൽ ലേലം വിളിക്കുന്ന സാധനങ്ങൾ നമുക്കെല്ലാം പരിചിതമാണ്, ഇന്നും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എല്ലാവിധ ക്രൈസ്തവ ദേവാലയങ്ങളിലും നമ്മുടെ വീട്ടിലുണ്ടാകുന്ന കാര്യങ്ങൾ കൊടുക്കുന്നു, വാഴക്കൊലയും തേങ്ങയും എല്ലാം കൊടുത്ത് അതിനെ ലേലം വിളിക്കുന്നൊരു രീതിയുണ്ട്. അപ്പോൾ പണ്ട് പള്ളികളിൽ ലേലം വിളിക്കുന്നത് ഒരു പറയ സ്ത്രീയെ ഒരു കാളയെ ലേലം വിളിക്കുന്നു. മനുഷ്യരെ പരസ്യമായി ക്രൈസ്തവ ദേവാലയങ്ങളിൽ ലേലം വിളിച്ചു. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രാക്ടീസുകൾ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ നമ്മളവിടെ കാണാത്തൊരു പ്രധാനപ്പെട്ട ആളാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവിനെ കാണുന്നില്ല, ബൈബിളും കാണുന്നില്ല എന്നുള്ളതാണ് ക്രിസ്ത്യാനികളുടെ ഇടയിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് നമ്മൾ കാണും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരാളുടെ പേര് പറയാനില്ല. അതായത് ഇപ്പോൾ ഈ സമീപ സമയങ്ങളിൽ വലിയ ഫാമിലി ഹിസ്റ്ററീസൊക്കെ ഇഷ്ടം പോലെ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. സെൻറ്റ് തോമസിൻ്റെ പാരമ്പര്യം അവകാശപ്പെടുന്നു, ബ്രാഹ്മണരാണ് എന്നൊക്കെ പറയുന്നു. അതിനുശേഷം പിന്നെ നേരെ 19ാം നൂറ്റാണ്ടിന് അവസാനത്തിലേക്ക് ഒരു ചാട്ടം, ഇതിനിടയ്ക്ക് ഒരു മനുഷ്യനില്ല.
അപ്പോൾ അത് ഒരു കുടുംബത്തിന് മാത്രമല്ല ആർക്കും തന്നെ പറയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു ഹിസ്റ്ററിയുടെ ഒരു ഒരു പിന്നോക്കാവസ്ഥ എന്ന നിലയിൽ നമ്മൾ, അല്ലെങ്കിൽ അവരുടെ ഒരു സാമൂഹ്യ ജീവിതം എന്ത് എന്നുള്ളതിന്. ഇപ്പം നമ്മളെ സംബന്ധിച്ച് പല ആളുകളെ നമുക്ക് കാണാം. ഇപ്പം എഴുത്തച്ഛനെ നമുക്ക് പരിചയമുണ്ട്, അല്ലെങ്കിൽ പൂന്താനത്തിനെയൊക്കെ നമുക്ക് പരിചയമുണ്ട്. അവരൊക്കെ ഒരു 15-16 നൂറ്റാണ്ടിലൊക്കെ എഴുതിയാണ്. അവരുടെ പുസ്തകങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്, അവരുടെ എഴുത്തുകൾ നമുക്ക് ലഭ്യമാണ്. അല്ലെങ്കിൽ അറബി മലയാളത്തിലുള്ള പല ടെക്സ്റ്റുകളും കവിതകളുമൊക്കെ നമുക്ക് ലഭ്യമാണ്. എന്നാൽ നമുക്ക് ആർക്കെങ്കിലും മലയാളത്തിലൊരു ആദ്യത്തെ ഒരു ക്രൈസ്തവ ഗാനം ഏത് എന്ന നിലയിൽ ചോദ്യം ചോദിച്ചാൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ മലയാളത്തിൽ എഴുതിയ ആദ്യത്തെ ക്രിസ്തീയ പാട്ട് ഏത് എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും അറിയത്തില്ല, ആർക്കും ഉത്തരമില്ല. കാര്യം നമ്മൾ അങ്ങനത്തെ ഒരു രീതിയിലേക്ക് വന്നിട്ടില്ല. കേരളത്തിലെ ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ദൈവത്തിനെ സ്തുതിച്ചുകൊണ്ടുള്ള പാട്ടുകൾ എഴുതുന്നു, അല്ലെങ്കിൽ ഒരു ആത്മീയപരമായിട്ടുള്ള രീതിയിലുള്ള, നമ്മൾ എഴുത്തച്ഛനെയും പൂന്താനത്തെയൊക്കെ കാണുന്ന പോലെ ക്രിസ്തുവിനെയോ അല്ലെങ്കിൽ ബൈബിളിലെ വേറെ ഏതെങ്കിലും വ്യക്തിയെയൊക്കെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു പാട്ടും എഴുതിയായിട്ട്, അല്ലെങ്കിൽ സാഹിത്യ സാംസ്കാരിക മേഖലയിൽ ഒരു സംഭാവനയും നമ്മൾ ക്രിസ്തീയ വിശ്വാസികളുടെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നില്ല. അതേസമയം റംബാൻ പാട്ടും അങ്ങനത്തെ പോർച്ചുഗീസുകാർ വന്നതിന് ശേഷമുള്ള പല പെർഫോമൻസുമായിട്ട് ബന്ധപ്പെട്ട ചില കാഴ്ചകളൊക്കെ കാണുന്ന ഒഴിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു പിന്നോക്കാവസ്ഥയിലായിരുന്നു അവരും ജീവിച്ചിരുന്നത്. അപ്പം അതായത് സാമൂഹ്യ സാഹിത്യ മേഖലയിൽ യാതൊരു സംഭാവന ചെയ്യാൻ സാധിക്കുന്നില്ല. പിന്നെ കൂടുതൽ ആളുകളും ഊഴിയ വേലയ്ക്ക് വിധിക്കപ്പെട്ട മനുഷ്യരാണ്. നമ്മൾ ഹിസ്റ്ററി പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ കേണൽ മൺട്രോ എന്ന് പറയുന്ന വ്യക്തി വന്നില്ലെങ്കിൽ കേരളത്തിലെ ക്രിസ്ത്യാനികൾ വലിയൊരു ശതമാനം ഏറ്റവും പിന്നോക്കകരമായിട്ടുള്ള അവസ്ഥയിൽ തന്നെയായിരിക്കും ജീവിക്കേണ്ടി വരുന്നുള്ള യാതൊരു തർക്കവുമില്ല. അപ്പോൾ അദ്ദേഹം വരുമ്പോഴാണ് ഈ ആദ്യമായിട്ട് ഊഴിയ വേലയിൽ നിന്ന് ക്രിസ്ത്യാനികളെ ഒഴിവാക്കാനുള്ളൊരു ശ്രമമൊക്കെ നടത്തുന്നത്. അപ്പം അതോടുകൂടി മൊത്തത്തിൽ മാറ്റപ്പെടുകയാണ് ഈ ക്രിസ്തീയ വിശ്വാസികൾ എന്ന് പറയുന്ന ചെറിയ ഒരു കൂട്ടം മനുഷ്യരായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുള്ളിൽ വലിയൊരു കാസ്റ്റിൻ്റെ ഒരു സംയോജനം അതിനുള്ളിൽ നടക്കുകയാണ് പിന്നീട് 19-ാം നൂറ്റാണ്ടിൽ. എന്തായാലും അങ്ങനെ ഒരു വിഭാഗം ആളുകൾ അന്വേഷണങ്ങളൊക്കെ നടന്നുണ്ട്. രണ്ടാമത് നോക്കുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ താഴ്ന്ന ജാതികൾ ക്രിസ്തുമതം സ്വീകരിച്ചത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം. താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾ എന്തിന് ക്രിസ്തുമതം സ്വീകരിച്ചു? അപ്പോൾ അതിൽ ചില ആളുകൾ പറയുന്നു ഇതൊരു മെറ്റീരിയൽ ബെനിഫിറ്റിന് വേണ്ടിയാണ്, അതായത് ഭൗതിക നേട്ടം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇവർ ക്രിസ്തുമതം സ്വീകരിച്ചത്. അതായത് താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യമൊന്നുമില്ല, വസ്ത്രം ധരിക്കാൻ മേല, ഭൂമിയൊന്നുമില്ല എന്ന് തുടങ്ങി അവരുടെ സാമൂഹ്യ ജീവിതം വളരെ പിന്നോക്കമാണ്. അപ്പോൾ അതിൽ നിന്നൊരു രക്ഷപ്പെടൽ, ഒളിച്ചോട്ടം, ഈ സാമൂഹ്യ ജാതി ബന്ധനങ്ങൾ മുറിച്ച് പുതിയൊരു സാമൂഹ്യ ക്രമത്തിലേക്ക് എത്തിച്ചേരുക എന്ന ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഇവിടുത്തെ പിന്നോക്ക ജാതികൾ ക്രിസ്തുമതം സ്വീകരിച്ചത് എന്നുള്ളതാണ് ഒരു കൂട്ടം ആൾ. ഇപ്പോൾ ഡിക് കുയിമാൻ എന്നൊക്കെ പറഞ്ഞൊരു ഹിസ്റ്റോറിയനൊക്കെ അതിൽ പ്രഗത്ഭനായിട്ടുള്ള സംഭാവനകളൊക്കെ നൽകിയൊരു വ്യക്തിയാണ്. അപ്പം ഇതാണ് മെറ്റീരിയൽ ബെനിഫിറ്റ് എന്ന് പറയും. വേറെ ചില ആളുകൾ പറയും അങ്ങനെയൊന്നുമില്ല, ഒരു വിക്ടോറിയൻ മൊറാലിറ്റിയുടെ ഭാഗമൊക്കെ ആയിട്ടാണ് ഇത് മാറിയത്. മിഷണറിമാരുടെ ചില പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് കുറേ ഫോളോവേഴ്സിനെ യൂറോപ്യൻ പട്ടാളത്തിനും ഉദ്യോഗസ്ഥർക്കും എല്ലാം അവരെ പിൻപറ്റുന്ന കുറച്ച് മനുഷ്യന്മാരെയൊക്കെ ആവശ്യമായിരുന്നു. അവരെ നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് കൺവേർഷൻ പോലുള്ള കാര്യങ്ങൾ വന്നത്. അങ്ങനെയല്ല, മിഷണറിമാരുടെ ഒരു മനുഷ്യത്വപരമായിട്ടുള്ള ഒരു നിരീക്ഷണങ്ങളും അവരുടെ ക്രൈസ്തവ വിശ്വാസവുമൊക്കെയാണ് ഇതിന് വളരെ പ്രധാനപ്പെട്ട കാരണമായി മാറിയത്. അതുകൊണ്ടാണ് ഈ ആളുകൾ ക്രിസ്തുമതം സ്വീകരിച്ചതും മിഷണറിമാർ പ്രവർത്തിച്ചതെന്നും പറയുന്ന ഒരു വ്യാഖ്യാനമാണ്. അപ്പം ഇനി മൂന്നാമത് വരുന്ന ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് നമ്മുടെ ടൈറ്റിൽ വന്നിരിക്കുന്നത്, വിശ്വാസം എന്ന് പറയുന്നൊരു സങ്കല്പമാണ്. അത് ഈ സമീപ സമയത്ത് വികസിച്ചു വന്നൊരു പ്രധാനപ്പെട്ട പഠനധാരയാണ് ഈ ദളിത് സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾ. അപ്പോൾ നമ്മൾ ദളിത് സ്റ്റഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും താഴ്ന്ന ജാതിക്കാരെക്കുറിച്ച് പഠിക്കുന്നു എന്നുള്ളൊരു പരിപാടിയൊന്നുമല്ല. അവർ പ്രധാനമായും നോക്കുന്നത് ഈ ജാതി അനുഭവങ്ങൾ എങ്ങനെയാണ്, അൺടച്ചബിലിറ്റി തുടങ്ങിയ വിഷയങ്ങൾ എങ്ങനെയാണ് മനുഷ്യൻ്റെ ഒരു ജീവിതത്തെ മാറ്റുന്നത്, മനുഷ്യൻ എങ്ങനെയാണ് അന്തസ്സിനെക്കുറിച്ച് ചിന്തിക്കുന്നത്, മനുഷ്യൻ ഹ്യൂമൻ ഡിഗ്നിറ്റി എന്ന് പറഞ്ഞ സങ്കല്പമാണ് അവരുടെ ഈ പഠന മേഖലയിലെ പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ മനുഷ്യൻ്റെ അന്തസ്സും മാനവും അഭിമാനവും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതിൻ്റെ കണ്ണിലൂടെ ആയിരിക്കണം നമ്മൾ ഭൂതകാലത്തെ നോക്കിക്കാണുന്നത്. അപ്പോൾ അതിനൊരു ഉദാഹരണം പറയും. അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ 2 വോള്യങ്ങളാണ് അത് പ്രസിദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരാളുടെ ഒരു ജീവചരിത്രത്തിൽ അദ്ദേഹം ഗാന്ധിയെക്കുറിച്ചൊരു പ്രത്യേക രീതിയിൽ വായിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എങ്ങനെയാണ് മനുഷ്യൻ്റെ മാനസികപരമായ അവസ്ഥകൾ നമ്മളെ മാറ്റി തീർക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഗാന്ധിയെ നമുക്കെല്ലാം പരിചിതമാണ്. ഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന രീതിയിൽ ഇന്ത്യക്കാരോടോ വിദേശികളോടോ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം പറയുന്ന പേര് മഹാത്മാഗാന്ധി എന്ന പേര് വളരെ ഈസി ആയിട്ട് എല്ലാവരും പറയുന്ന പേരാണ്. അപ്പോൾ അത്രത്തോളം ഫിറ്റായിട്ടിരിക്കുകയാണ് ഗാന്ധി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ആഖ്യാനങ്ങൾക്കകത്ത്. അപ്പോൾ ഗാന്ധിയെ ഇവർ പറയുന്നൊരു നിരീക്ഷണം, ഈ ഗാന്ധിയെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗാന്ധി ഒരു 40ാമത്തെ വയസ്സിന് ശേഷം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എത്തിപ്പെടുന്നു.
അപ്പം ഗാന്ധി അതിന് മുൻപ് ബ്രിട്ടീഷ് വിരുദ്ധമായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അതേസമയം ബാക്കിയുള്ള ആളുകളെയൊക്കെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അവരവരുടെ സ്കൂൾ ജീവിതത്തിലോ കോളേജ് ജീവിതത്തിലോ പ്രാദേശിക മേഖലയിലെ പ്രവർത്തനങ്ങളിലോ ഒക്കെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിഷേധ പ്രകടനങ്ങളിലോ എന്തെങ്കിലും തരത്തിലുള്ള നീക്കങ്ങളൊക്കെ നടത്താൻ ശ്രമിച്ചതായിട്ടുള്ള ലീഡേഴ്സാണ് ബാക്കി ഒരുമാതിരിപ്പെട്ട നമ്മുടെ ഫ്രീഡം ഫൈറ്റേഴ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്ന ആളുകളിൽ. അപ്പോൾ ഗാന്ധിയെ നമ്മളങ്ങനെ ഒരു ഇടത്തും കാണുന്നില്ല. ഗാന്ധി വൈശ്യ വിഭാഗത്തിൽപ്പെട്ട ആളാണ്, വലിയ സമ്പന്നനാണ്, പ്രഭു കുടുംബമാണ്, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച വ്യക്തിയാണ്. അതുപോലെ സൗത്ത് ആഫ്രിക്കയിലെ ഏറ്റവും വലിയ സമ്പന്നനായിട്ടുള്ള ഒരാളുടെ അഡ്വക്കേറ്റായിട്ട് ചെല്ലുന്നു. സൗത്ത് ആഫ്രിക്കയിൽ തന്നെ ഏറ്റവും കാര്യമായ രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിവുള്ള വ്യക്തി എന്ന് പറയുന്നു. നമുക്കാർക്കും ചിന്തിക്കാൻ സാധിക്കാത്ത ഒരു മനുഷ്യനാണ്. ഇപ്പോൾ ഗാന്ധിയെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഈ ഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് തിരിച്ചു വരുമ്പോഴാണ് ഈ ഹിന്ദു സ്വരാജ് എന്ന് പറഞ്ഞ പുസ്തകം എഴുതുന്നത്. അപ്പോൾ ഗാന്ധി കപ്പലിലിരുന്ന് വലത്തെ കൈക്ക് ഇങ്ങനെ എഴുതുന്നു, അതും അടുത്ത് കഴിയുമ്പോൾ ഇടത്തെ കൈക്ക് എഴുതും എന്നൊക്കെയാണ് പറയുന്നത്. ഏതാണ്ട് 1,00,000 പേജുകൾക്ക് മുകളിൽ ഗാന്ധിയുടെ തന്നെ കളക്ഷൻ ഉണ്ടെന്നാണ് ഈ രാമചന്ദ്ര ഗുഹയെ പോലുള്ള ആളുകളൊക്കെ പറയുന്നത്. അതായത് അത്രയും തിരക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ എമ്പാടും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്. അങ്ങേരുടെ എഴുത്തുകൾ തന്നെ 1,00,000 പേജുകൾക്ക് മുകളിലുണ്ടെന്നാണ് പറയുന്നത്. അതിന്നും ശേഖരിക്കപ്പെട്ട് തീർന്നിട്ടില്ല. അപ്പം അങ്ങനത്തെ ഒരു മനുഷ്യൻ. അപ്പോൾ അദ്ദേഹം എല്ലാവർക്കും അറിയാവുന്ന കഥ തന്നെയാണ്. സൗത്ത് ആഫ്രിക്കയിൽ ചെല്ലുന്നു. സൗത്ത് ആഫ്രിക്കയിൽ ആദ്യം ഒരു ട്രെയിൻ യാത്ര അദ്ദേഹം നടത്തുന്നു. ട്രെയിൻ യാത്രയിൽ അദ്ദേഹം കയറുന്ന കമ്പാർട്ട്മെൻറ്റിൽ ഒരു വൈറ്റ് ആയിട്ടുള്ള ഒരാൾ ഗാന്ധിയെ ഉപദ്രവിക്കുന്നു. ഗാന്ധിയുടെ കഴുത്തിന് പിടിച്ച് തള്ളി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇടും. അപ്പോൾ ആ ഒരു നിമിഷത്തിൽ ഒരു വെള്ളക്കാരനാൽ അപമാനിതനായ ഗാന്ധി, ആ ഒരു നിമിഷത്തിലാണ് ഗാന്ധി തിരിച്ചറിയുന്നത് വെള്ളക്കാരും ഇന്ത്യക്കാരും തുല്യരല്ല എന്ന് ഗാന്ധിക്ക് ബോധ്യമുണ്ടാകുന്നത് ഈ 40ാമത്തെ വയസ്സിൽ ഒരു വെള്ളക്കാരിൽ നിന്ന് നേരിട്ട് ഏൽക്കുന്ന ഒരു അപമാനമാണ് ഗാന്ധിക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ ചോദിക്കുന്നൊരു പ്രധാന ചോദ്യം, അങ്ങനെയാണെങ്കിൽ ഈ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് ശേഷമാണ്, ഒരു 150-200 വർഷത്തിനിടയിലാണ് ഇന്ത്യയിലെ സവർണ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അപമാനിതരായെങ്കിൽ കഴിഞ്ഞ 2000 വർഷമായിട്ട് അപമാനിതരായ അയിത്തജാതിക്കാർ എന്ത് ചോദ്യമാണ് ചോദിക്കേണ്ടത്? അവരുടെ ഒരു ജീവിതം എന്ത് എന്നൊരു ചോദ്യം പ്രധാനമാണ്. അപ്പോൾ അതിനെ അത്തരത്തിലുള്ളൊരു പശ്ചാത്തലത്തെ മുൻനിർത്തിയാണ് അവർ ഈ പറഞ്ഞ ദളിത് സ്റ്റഡീസ് എന്ന് പറയുന്ന പഠനശാഖക്കാർ ഈ ചരിത്രത്തെ അന്വേഷിക്കും. നമ്മുടെ നാട്ടിൽ ഇതിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട അന്വേഷണം നടത്തിയത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ച മോഡേണിറ്റി ഓഫ് സ്ലേവറി എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയ പ്രൊഫസർ സനൽ മോഹൻ എന്ന് പറഞ്ഞ സാറാണ്. അതിൻ്റെ ഒരു ഇത്തരത്തിലുള്ളൊരു സങ്കല്പങ്ങൾ, നമ്മൾ എന്തെങ്കിലും ഒരു സങ്കല്പം മുമ്പോട്ട് വെച്ചിട്ടാണ് ഇപ്പോൾ ഹിസ്റ്ററിയെക്കുറിച്ച് ആലോചിക്കുന്നത്. അല്ലാതെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ എന്തെങ്കിലും കുറേ പഴയ കഥകൾ അത് ആർക്കും ചെയ്യാം. അപ്പോൾ നമ്മൾ എപ്പോഴും എന്തെങ്കിലും ഒരു സങ്കല്പത്തെ മുൻനിർത്തിയിട്ടുള്ള ആലോചനകളായിരിക്കും. അല്ലെങ്കിൽ ചരിത്ര രചനയിൽ നടക്കുന്ന ഒരു പ്രതിസന്ധികളോട് ചില ചോദ്യങ്ങൾ ചോദിക്കും. ഈ രണ്ടുമാണ് എപ്പോഴും ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പം ഇദ്ദേഹം മുൻപോട്ട് വെച്ചത് ഒരു സമത്വം എന്നുള്ളൊരു സങ്കല്പം, അല്ലെങ്കിൽ വിശ്വാസം എന്ന് പറഞ്ഞ സങ്കല്പം. ഇതാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ സമീപ സമയങ്ങളിൽ കാണും. അപ്പം ഇതേ സെയിം കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഇവരും പറയുന്നത്. അപ്പോൾ വിശ്വാസത്തിൻ്റെ ഒരു പരിവർത്തനം നമ്മൾ കേരളത്തിലെ കൺവേർഷൻ്റെ അകത്ത് കാണുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിക്കുക. അതിനോട് വിരുദ്ധമായ കാര്യങ്ങളോ നിഷേധമോ നമുക്കുണ്ടാകും, അതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ്. ചില ആലോചനകളാണ് ഇത് മുൻപോട്ട് വെക്കുന്നത്. അപ്പോൾ വിശ്വാസം എങ്ങനെയാണ് എന്നുള്ളതാണ് ഒരു പ്രധാന സങ്കല്പമായിട്ട് ഈ ഒരു പഠനധാരയിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ജനതകൾക്ക് ഉയരുന്ന വിശ്വാസം എന്ന് പറഞ്ഞാൽ ആണ് ടൈറ്റിലായിട്ട് വരുന്നത്. അപ്പോൾ അതിനോട് വിശ്വാസം എന്ന് പറഞ്ഞ കാര്യത്തെ എങ്ങനെയാണ്, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വിശ്വാസത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് ഇതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റേ ഒരു കൂട്ടം ആളുകൾ പറയുകയാണ് നമ്മളൊരു മെറ്റീരിയൽ ബെനിഫിറ്റ്, ഭൗതിക നേട്ടത്തിന്, റോഡിലൂടെ നടക്കുന്നതിന് വേണ്ടിയാണ്, ഭൂമി കിട്ടുന്നതിന് വേണ്ടിയാണ്, വസ്ത്രം ധരിക്കുന്നതിന് വേണ്ടിയാണ്, പള്ളിക്കൂടത്തിൽ പോകുന്നതിന് വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞ മെറ്റീരിയൽ ബെനിഫിറ്റ് എന്ന് പറഞ്ഞ ആർഗ്യുമെൻറ്റുകാർ നിൽക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ ഈ വിശ്വാസത്തെ മുൻനിർത്തി ചില ചോദ്യങ്ങൾ ചോദിക്കണം. നമ്മൾ ഈ ക്രിസ്തുമതം സ്വീകരിച്ചു എന്ന പേരിൽ നമ്മൾ റോഡിലൂടെ നടക്കാൻ ശ്രമിക്കുന്ന ദളിതന്മാരെ ആരും നമ്മൾ കാണുന്നില്ല. അതേസമയം ഈഴവ വിഭാഗത്തിൽപ്പെട്ട നിരവധി ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പം നമ്മുടെ തിരുവല്ല ഭാഗത്തുള്ള ചർച്ചുകളുടെയൊക്കെ ഒരു ഹിസ്റ്ററി, തോലശ്ശേരി പള്ളിയുമായി ബന്ധപ്പെട്ട ആലോചനകൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അതിനെ സംബന്ധിച്ച് കുറേയധികം വർക്കുകൾ നമുക്ക് ലഭ്യമാണ്. ഇപ്പോൾ റോബിൻ ജെഫ്രിയുടെ പുസ്തകത്തിൽ, ഗ്ലാഡ്സ്റ്റൺ തിരുമേനിയുടെ പുസ്തകത്തിലൊക്കെ മിഷണറി റിപ്പോർട്ടുകൾ പരാമർശിച്ചുകൊണ്ട് പറയുന്നത്. അപ്പോൾ അവിടെയാണ് ഒരു ചെറിയാൻ എന്ന പേരുള്ള ഒരു ഈഴവ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ക്രിസ്തുമതം സ്വീകരിക്കുന്ന 1850-കളിൽ. അപ്പോൾ ഈ ചെറിയാൻ ക്രിസ്ത്യാനിയായതിൻ്റെ അടുത്ത ദിവസം തന്നെ ചെറിയാൻ തിരുവല്ല ക്ഷേത്രത്തിന് മുമ്പിൽ കൂടെ നടക്കുകയാണ്. അപ്പം നടന്നതിൻ്റെ പേരിൽ ഈ ചെറിയാനെ അതിക്രൂരമായ രീതിയിൽ ആളുകൾ തല്ലുന്നു, പിടിക്കുന്നു, ഉപദ്രവിക്കുന്നു. അങ്ങനെ ഭയങ്കര തർക്കം വന്നു. മിഷണറിമാർ അതിനകത്ത് ഇടപെടുന്നു. അപ്പോൾ അതൊരു ചർച്ചയായി മാറുന്നു. അത് തിരുവിതാംകൂർ സർക്കാരുമായുള്ള വലിയൊരു ഡിസ്കഷനിലേക്ക് മാറുന്നു. അങ്ങനെ അതിൻ്റെ പേരിലൊരു നിയമം ഇറക്കുകയാണ്. ഈഴവൻ ക്രിസ്തുമതം സ്വീകരിച്ചാൽ ഈഴവൻ തന്നെയാണ് എന്ന് പറഞ്ഞൊരു നിയമം വരുന്നു. അതിന് തൊട്ട് പറയുകയാണ് അവിടെ തന്നെ അതേ സ്ഥലത്ത് തന്നെ ഒരു ജിയോ എന്നു പേരുള്ള മറ്റൊരു ഈഴവ കൺവേർട്ടായിട്ടുള്ള ഒരാൾ ഇതേ രീതി തന്നെ തിരുവല്ല റോഡിലൂടെ നടക്കുകയാണ്. അപ്പോൾ ജിയോയ്ക്കും ഇതേ അനുഭവം തന്നെയാണ് സംഭവിക്കുന്നത്. ജിയോയെയും പിടിച്ച് ആളുകൾ അതിക്രൂരമായി തല്ലുന്നു. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രശ്നം ഇങ്ങനെ വളരെ ഇതായിട്ട് നിൽക്കുകയാണ്. അതേസമയം നമ്മൾ
തെക്കൻ കേരളത്തിലേക്ക് ചെല്ലുമ്പോൾ നാടാർ ക്രിസ്ത്യൻസിനെ നമ്മൾ പരിശോധിക്കുമ്പോഴും അവിടെ ഇതുപോലെ തന്നെ. ഇപ്പോൾ ഈ MSS പാണ്ഡ്യൻ എന്ന് പറഞ്ഞൊരു ശ്രദ്ധേയനായിട്ടുള്ളൊരു പണ്ഡിതനുണ്ട്. അദ്ദേഹമൊക്കെ ഈ വൈകുണ്ഠ പ്രസ്ഥാനത്തെക്കുറിച്ചും ഈ നാടാർ ക്രിസ്ത്യൻസിൻ്റെ കൺവേർഷനെക്കുറിച്ചുമൊക്കെ നിരവധി പഠനങ്ങളൊക്കെ നടത്തിയൊരു വ്യക്തിയാണ്. അപ്പോൾ അതിൽ ഈ ദൈവസഹായം എന്ന് പറഞ്ഞ ഒരു നാടാർ വിഭാഗത്തിൽപ്പെട്ട ഒരാളെക്കുറിച്ച് അദ്ദേഹം പഠിക്കുന്നുണ്ട്. അപ്പം ദൈവസഹായത്തിൻ്റെ വീട് ആയിരുന്നു ഏറ്റവും വലിയൊരു കുഴപ്പം ഉണ്ടാക്കിയത്. കാര്യം ഒന്നുമില്ല, ദൈവസഹായം ഒരു 2 നില വീട് വെച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. തിരുവിതാംകൂറിലും കുഴപ്പമാകുന്നതിനുള്ള കാരണം ഈ ദൈവസഹായം ഈ നാടാർ വിഭാഗത്തിൽ നിന്ന് ക്രിസ്തുമതം സ്വീകരിക്കുകയും അദ്ദേഹം പിന്നെ ശ്രീലങ്കയും അങ്ങനെ മറ്റു പല പ്ലാന്റേഷനിലേക്കൊക്കെ പോയി വലിയ സമ്പന്നനായിട്ട് തിരിച്ചു വരിക. തിരിച്ചു വന്ന് കാശുകാരനായിട്ട് 2 കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ബ്ലൗസ് വാങ്ങിച്ചു കൊടുത്തു. 2, അദ്ദേഹം 2 നില വീടിട്ട് ഓടിട്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് തിരുവിതാംകൂറിൽ മൊത്തം കുഴപ്പങ്ങൾക്ക് കാരണമായി മാറി. അവിടെ വലിയ കലാപങ്ങളും അടിയിടിയൊക്കെ നടക്കുന്നു. അങ്ങനത്തെ നിരവധി കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. അതായത് ക്രിസ്തുമതം സ്വീകരിക്കുന്ന ഇന്നത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ ഒരു പിന്നോക്ക ജാതി OBC സ്റ്റാറ്റസിലുള്ള ദളിതരായിട്ടുള്ള ആളുകൾ, ദളിത് ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആളുകൾ OBC ആണ്. എങ്കിലും നമ്മൾ ഇന്നത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ ആലോചിക്കുമ്പോൾ ഈ OBC വിഭാഗത്തിൽ നിന്ന് ക്രിസ്തുമതം സ്വീകരിച്ച ആളുകൾക്കിടയിൽ 2 മാറ്റങ്ങൾ പ്രധാനമായിട്ടും സംഭവിക്കുകയാണ്. ഒന്നെന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റഗ്രേഷൻ സംഭവിക്കുകയാണ്. അതിലൊരു കൂട്ടം ആളുകൾ ഒരു ക്രിസ്ത്യൻസ് എന്നുള്ള നിലയിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന ഒരു സുറിയാനി ക്രിസ്ത്യാനി എന്ന നിലയിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യപ്പെടുന്നു. ചില ആളുകൾ അവർ സാമൂഹിക ഇടങ്ങളിൽ നിന്ന് വളരെ കൃത്യമായ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് സ്വാഭാവികമായിട്ടും വഴിയിൽ നടക്കാൻ ശ്രമിക്കുന്നു, വസ്ത്രം ധരിക്കാൻ ശ്രമിക്കുന്നു, പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു, തല്ലാൻ ശ്രമിക്കുന്നു. ഇത്തരത്തിലുള്ള കാഴ്ചകൾ നമുക്ക് നിരവധി മിഷൻ റിപ്പോർട്ടുകൾക്കകത്ത്, ഇപ്പോൾ അത് ലണ്ടൻ മിഷൻ്റെ ആണെങ്കിലും ഈ CMSൻ്റെ ആണെങ്കിലും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ മിഷണറിമാരുടെ ഹിസ്റ്ററി നമ്മൾ പറയുമ്പം ആകെ ഒരു കാസ്റ്റിനെ മറികടന്ന ഒരേ ഒരു മിഷൻ സൊസൈറ്റി മാത്രമേ ഉള്ളൂ ഇന്ത്യൻ സാഹചര്യത്തിൽ നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞു. നമ്മുടെ നാട്ടിലാണ്ട് 1 ഡസന് മുകളിൽ മിഷണറി പ്രസ്ഥാനം ഉണ്ടായിരുന്നു. പെന്തക്കോസ് മൂവ്മെൻറ്റ് വരുന്നു, ലൂതറൻ സഭ, ബാപ്റ്റിസ്റ്റ് മിഷൻ, സെവൻത് ഡേ, പ്ലിമിത്ത് ബ്രദറൻ സഭ, അങ്ങനെ 1 ഡസന് മുകളിൽ മിഷണറിമാർ വന്ന് വളരെ ഈ തിരുവിതാംകൂറിനെ കുറിച്ച് പറയുന്ന ഒരു ഹാപ്പി ഹണ്ടിങ് ഗ്രൗണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രത്തോളം ഉണ്ടായിരുന്ന ഒരു പ്രദേശത്ത് നിരവധി മിഷണറിമാർ വന്ന് പ്രവർത്തിച്ചെങ്കിലും ഇവർക്കാർക്കും ജാതി എന്ന് പറയുന്ന വിഷയത്തെ തൊടാൻ പറ്റിയിട്ടില്ല. എന്തായിരുന്നോ ജാതി, ആ ജാതിയിൽ തന്നെ ഇവിടെ തുടരുക എന്നുള്ളൊരു രീതി ഒരു കൂട്ടം ആളുകൾക്ക്, ചില വിഭാഗം ആളുകൾക്ക് ഒരു ഇൻ്റഗ്രേഷൻ സാധ്യമായി. അതിൻ്റെ സെക്കൻഡ് സ്റ്റേജ് മുതലാണത് സാധ്യമായത്. എങ്കിലും ബാസൽ മിഷണറിമാർ വളരെ കർശനമായൊരു തീരുമാനം ആദ്യം മുതലെടുത്തു. അവരുടെ കൂടെ കൂടുന്ന ഒരാൾ നിർബന്ധമായി മറ്റൊരു ജാതിയിൽപ്പെട്ട ഒരാളെ വിവാഹം കഴിക്കണം എന്ന കർശനമായ ഒരു നിയമം. അതായത് ഒരു നായർ അവരുടെ കൂടി കഴിഞ്ഞാൽ നായർ ഒരു ചെറുമനെ വിവാഹം കഴിക്കണം, ഒരു ചെറുമൻ കൂടിയാൽ ഒരു ഈഴവനെ വിവാഹം കഴിക്കണം, ഈഴവൻ കൂടിയാൽ പുലയനെ വിവാഹം കഴിക്കണം. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നിർബന്ധമായും കല്യാണം കഴിക്കണം എന്ന കർശന നിയമത്തിലൂടെ അവരൊരു ഫെയ്ത്ത് കമ്മ്യൂണിറ്റി എന്ന നിലയിലേക്കൊക്കെ മാറ്റപ്പെട്ടു. അപ്പം നമ്മുടെ നാട്ടിലേക്ക് വരുമ്പം വീണ്ടും ഈ ഒരു വിഭാഗം ആളുകൾ ക്രിസ്തുമതം സ്വീകരിച്ചതിൻ്റെ പേരിൽ റോഡിലിറങ്ങി നടക്കുന്നു. അങ്ങനെ പല ശ്രമങ്ങൾ നടത്തുന്നുണ്ട്, നിരവധി കാഴ്ചകൾ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ദളിത് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തി വളരെ അപൂർവമായിട്ട് മാത്രമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അവരുടെ കഥകൾ, ഇപ്പോൾ നമ്മൾ ആദ്യത്തെ കൈപ്പറ്റ ഹാബേലിൻ്റെ തന്നെ നമ്മൾ ഹിസ്റ്ററി പരിശോധിച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു സമയത്ത് അവർ പറഞ്ഞ് ഞങ്ങൾക്ക് കാടിന് നടുവിൽ ഒരു സഭ കെട്ടി തന്നാൽ മതി. അല്ലെങ്കിൽ ഇപ്പോൾ വേളൂർ പോലുള്ള സ്ഥലങ്ങളിൽ അവിടെ ഒരു കൂട്ടം മിഷണറിമാരുടെ അടുത്ത് ചെന്നിട്ട് ഈ ഒരു സ്ലേവ് കാസ്റ്റിൽപ്പെട്ട ഒരാൾ അപേക്ഷിക്കുകയാണ്, ഞങ്ങൾ ഇനിയും മാടിനെ പോലെ പണിയെടുക്കാം, പക്ഷേ ഞങ്ങൾക്ക് കാടിന് നടുവിലൊരു പള്ളി വെച്ച് തരണം എന്നൊരു അപേക്ഷ കൊടുക്കുന്നു. അല്ലെങ്കിൽ നമ്മുടെ ഈ ചർച്ചുകളുടെ എല്ലാം ഒരു ഹിസ്റ്ററി നമ്മൾ പരിശോധിച്ചു, ഇതെല്ലാം ഒരിക്കലും ഒരു മെയിൻ റോഡിലൊന്നുമല്ല ഇരിക്കുന്നത്, എല്ലാം കാട്ടിന്. നമ്മുടെ മഞ്ചാടിക്കരി പോലുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് പരിചയമുണ്ട്, അല്ലെങ്കിൽ വേളൂർ എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ. അപ്പോൾ എന്ന് തുടങ്ങി എല്ലാം വളരെ കാടിനുള്ളിലും ഒറ്റപ്പെട്ട പ്രദേശങ്ങൾക്കകത്തും ഒക്കെ മാറി മാറിയുള്ള ഇടങ്ങളിലേക്കാണ് ഇവർ ഇത് പോകുന്നത്. അപ്പോൾ നമ്മൾ കത്തോലിക്ക സഭയുടെ ചരിത്രം പരിശോധിച്ചാലും അങ്ങനെ തന്നെയാണ്. കത്തോലിക്ക സഭയിലേക്ക് ഈ താഴ്ന്ന ജാതിക്കാർ കൺവേർഷൻ നടത്തുന്നതിനെ സംബന്ധിച്ച് നമുക്കൊരു ഡയറക്റ്റ് എവിഡൻസ് കിട്ടുന്നത് ഈ മത്തായി മറിയം കത്തനാരെന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പിൻ്റെ അന്ന് ഈ കറുകച്ചാൽ ഭാഗത്തുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഈ മത്തായി മറിയം, പാലാക്കുന്നൽ വെല്ലിച്ചൻ എന്ന് പറഞ്ഞു. 1848 മുതൽ 900 വരെയാണ് അദ്ദേഹം ജീവിച്ചത്. അദ്ദേഹം കൃത്യമായിട്ട് ഡയറി എഴുതുമായിരുന്നു. അപ്പം 48 മുതലുള്ള ഡയറി കുറിപ്പാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഡയറിക്കകത്ത് ഈ വളരെ വ്യക്തമായിട്ട് കുറേ സംഭവങ്ങൾ അദ്ദേഹം പല കാഴ്ചകൾ കാണുന്നുണ്ട്. ഇപ്പോൾ കടുവ ഇറങ്ങി വരുന്നതും പുലി വരുന്നതും ആന കുത്തുന്നതും, അങ്ങനെ അന്നത്തെ വെട്ടിക്കിളി ഇറങ്ങുന്നത്, ഭൂകമ്പം എന്ന് തുടങ്ങി നിരവധി അന്നത്തെ എന്തൊക്കെ കാണുന്നുണ്ടോ അതെല്ലാം എഴുതുന്നുണ്ട് അദ്ദേഹം. അപ്പോൾ അതിൻ്റെ അകത്താണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് ഈ പുലയരെയും ഈഴവരെയും അരയ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയൊക്കെ കത്തോലിക്ക സഭയിലേക്ക് പരിവർത്തനം ചെയ്യിക്കുന്നതിൻ്റെ ഒരു ചരിത്രം. 1856-57 സമയങ്ങളിലൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു കാരണമുണ്ട്, വളരെ സിമ്പിളാണ്. നമ്മുടെ ഹെൻറി ബേക്കർ മലമുകളിൽ പിടിച്ചടക്കുന്നു. ഈ CMS മിഷണറിമാർ ആ പ്രദേശത്തെ ഭൂമി മുഴുവൻ കൊണ്ടുപോകും. അതുകൊണ്ട് കത്തോലിക്ക സഭ ഇങ്ങനെ ഇരുന്നാൽ ഇനി കാര്യം നടക്കത്തില്ല, നമ്മളും ആളുകളെ ഇതിൻ്റെ അകത്തേക്ക് ചേർക്കണം എന്ന് പറഞ്ഞിട്ടാണ് അവർ
കൺവേർഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് അവരൊരു പ്രതിജ്ഞ എടുപ്പിക്കുന്നുണ്ട് ഈ പുലയരെ കൊണ്ട്. അപ്പോൾ ആ പുലയരെ കൊണ്ട് പ്രതിജ്ഞ എടുപ്പിക്കുകയും പുലയര് ചില കാര്യങ്ങൾ മറുപടി പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ കാണുന്നത്, ഞങ്ങൾക്ക് ക്രിസ്തുവിനെ അറിഞ്ഞ് ജീവിച്ചാൽ മാത്രം മതി, ഞങ്ങൾ വേണേൽ ഇപ്പം മാറിക്കൊടുക്കുന്നതിനേക്കാൾ ഇരട്ടി ദൂരം മാറി നിൽക്കാൻ ഞങ്ങൾ തയ്യാറാണ്, പക്ഷേ ഞങ്ങൾക്ക് ഈ വിശ്വാസത്തിലേക്ക് വരണം എന്ന ഒരു കാര്യമാണ് അവർ പറയുന്നത്. അപ്പോൾ അങ്ങനെ പല സംഭവങ്ങൾ, ഇപ്പം മിഷണറിമാരുടെ പല ജേണലുകൾ നമ്മൾ പരിശോധിച്ചാലും അതിൻ്റെ അകത്തെല്ലാം ഈ വിശ്വാസത്തിൻ്റെ പേരിൽ കാടിന് നടുവിലേക്ക് പോകാൻ അല്ലെങ്കിൽ എന്തു ത്യാഗവും ഞങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ക്രിസ്തുവിനെ അറിഞ്ഞാൽ മതി എന്ന് പറയുന്നത് കുറേയധികം സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട് മിഷണറിമാർ. പിന്നെ ഇവരുടെ ഇടയിലുണ്ടാകുന്ന മാറ്റങ്ങളുമാണ് നമ്മൾ രണ്ടാമതൊരു പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് എടുക്കുന്നത്. അതായത് ക്രിസ്തുമതം സ്വീകരിച്ചെങ്കിൽ, അതായത് ഒരു ഭൗതിക നേട്ടത്തിന് വേണ്ടിയാണ് ക്രിസ്തുമതം സ്വീകരിച്ചെങ്കിൽ ഇവർക്ക് വിശ്വാസത്തിൻ്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ ഭൗതിക നേട്ടം എന്തെങ്കിലും ലക്ഷ്യം നേടുന്നതിനാണെങ്കിൽ അതിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പള്ളിയിൽ പോകേണ്ട ആവശ്യമോ അല്ലെങ്കിൽ മിഷണറിമാരുടെ പുറകെ പോകേണ്ട കാര്യമോ ഒന്നും തന്നെ ഇല്ല. പക്ഷേ നമ്മൾ അങ്ങനെയല്ല കാണുന്നത്. ഈ താഴ്ന്ന ജാതി വിഭാഗത്തിൽ നിന്ന് കൺവേർട്ട് ചെയ്ത് വന്ന ആളുകളുടെ ഒരു വിശ്വാസവും അവരുടെ ജീവിതക്രമത്തിലും വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. അപ്പോൾ അവരെ ചില പ്രാർത്ഥനകൾ പഠിപ്പിക്കുമ്പോൾ കരയുക, പാപത്തെക്കുറിച്ചുള്ള ചിന്തകൾ ഉണ്ടായി വരിക. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഈ ഹെൻറി ബേക്കർ ജൂനിയർ ഈ മേലുകാവ് ഭാഗത്ത് മിഷൻ സ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം നിരവധി താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, അതിനുശേഷം അല്ല അതിന് മുൻപും ഉണ്ടായിരുന്നൊരു പ്രധാനപ്പെട്ട രീതിയാണ് ഈ നമ്മുടെ ഈ പ്രദേശങ്ങൾ, മല്ലപ്പള്ളി, കോട്ടയം പോലുള്ള പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഈ താഴ്ന്ന ജാതിയിൽ നിന്നും അതിക്രൂരമായ പീഡനങ്ങളൊക്കെ ഏൽക്കേണ്ടി വന്ന മനുഷ്യന്മാർ അവർ കാടിന് നടുവിലേക്ക് ഒളിച്ചോടി പോകുന്ന ഒരു രീതിയുണ്ട്. നമ്മളിവിടെ മാത്രമല്ല, ലോകത്തിലെല്ലായിടത്തും ഉള്ളതാണ്. ആഫ്രിക്കയുടെയൊക്കെ കോണ്ടക്സ്റ്റിലും ലാറ്റിൻ അമേരിക്കയുടെയൊക്കെ കോണ്ടക്സ്റ്റിൽ ഒരുപാട് ആളുകൾ പഠിക്കുന്നത്. അതിനെ മറൂൺ കമ്മ്യൂണിറ്റീസ് എന്നൊക്കെയാണ് അവരെ വിളിക്കുന്നത്. ഈ സംഘം ചേർന്ന് ഒളിച്ചോടി പോകുക, അതായത് നിങ്ങളുടെ ഇവിടെ പണിയെടുക്കുന്നതിനേക്കാൾ നല്ല ഞങ്ങൾ ചാകുന്നതാണ് എന്നുള്ളൊരു സങ്കല്പം. അതിന് ഒരു ലിബറേഷൻ എന്നുള്ള രീതിയിലേക്കാണ് ചില പണ്ഡിതന്മാരൊക്കെ പറയുന്നത്. എന്തായാലും നമ്മുടെ നാട്ടിലും നിരവധി കാഴ്ചകളുണ്ട് അങ്ങനെ. അതായത് ആളുകൾ സംഘം ചേർന്ന് ഒളിച്ചോടി, സംഘം ചേർന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഒരു കുടുംബമായിരിക്കും അല്ലെങ്കിൽ 2 കുടുംബക്കാരായിരിക്കും. അവർ ഒളിച്ചോടി ഈ മേലുകാവിൻ്റെയും ഈ മുണ്ടക്കയം മുതൽ മുകളിലേക്ക് വരുന്ന ഹൈ റേഞ്ച് പ്രദേശങ്ങളിലേക്കൊക്കെ ഒളിച്ചോടി പോകും. അപ്പോൾ ഹെൻറി ബേക്കർ ജൂനിയർ തിരിച്ചു വരുന്ന സമയം, അതായത് മേലുകാവിൽ പോയിട്ട് അദ്ദേഹം പള്ളത്തിനും കോട്ടയത്തിനും ഒക്കെ തിരിച്ചു വരുന്ന സമയങ്ങളിൽ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ജേണലുകൾക്കകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഇങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് ഈ ചില സ്ഥലത്തും പുക ഉയർന്നു വരുന്നു, അല്ലെങ്കിൽ ചില സ്ഥലത്ത് ഒരു പ്രത്യേക ആരൊക്കെയോ നിൽക്കുന്ന പോലെ തോന്നുമ്പോൾ ഇവർ വിചാരിക്കുക എന്തോ കള്ളന്മാരോ ഇവരെ ഉപദ്രവിക്കാൻ വന്ന ആൾക്കാർ ആരെങ്കിലും ആയിരിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് അവർ പോയി നോക്കുമ്പോഴത്തേനും അതേതെങ്കിലും വളരെ പരിതാപകരമായ അവസ്ഥയിൽ ജീവിക്കുന്ന ഒരു കൂട്ടം പുലയരെയോ പറയരെയോ ഒക്കെയാണ് അവിടെ കാണുന്നത്. അപ്പോൾ അവർ പരിപൂർണ്ണമായി നഗ്നരായി നിൽക്കുന്നതൊക്കെ ചില കാഴ്ചകളൊക്കെ മിഷണറി എഴുതുന്നുണ്ട്. അപ്പോൾ അപ്പോഴാണ് അദ്ദേഹം തിരിച്ചറിയുന്നത് ഈ കാടിന് നടുവിൽ തിരുവിതാംകൂറിൻ്റെ ഹൈ റേഞ്ച് മേഖലകളിൽ ഒരുപാട് കുടുംബങ്ങളുണ്ട് ഇങ്ങനെ ഒളിച്ചോടി എത്തി. ഒരുപക്ഷെ അവരെ മൃഗങ്ങൾ പിടിച്ച് തിന്നാം, ആന ചവിട്ടി കൊന്നു വരാം, അങ്ങനെ പലതരത്തിലുള്ള ഭീകര അവസ്ഥയിൽ ജീവിക്കേണ്ടി വന്ന കുറേ മനുഷ്യന്മാരുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഇദ്ദേഹം അവർക്ക് വേണ്ടി ഒരു സെറ്റിൽമെൻറ്റ് എന്നുള്ള രീതിയിൽ അവിടെ ചില ക്ലാസ്സുകളും കാര്യങ്ങളുമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഹെൻറി ബേക്കർ ജൂനിയർ. അപ്പോൾ മേലുകാവിലും അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സെൻറ്റർ. അപ്പോൾ മേലുകാവിലും നിരവധി ആളുകൾ ഒളിച്ചോടി അങ്ങനെ ചെന്നായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതിൽ ഇവരെ പിന്നീട് ഇദ്ദേഹം മിഷണറിമാരുടെയും സഹായികളുടെയും സഹായത്തിൽ, വളരെ കുറച്ച് സഹായികൾ മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ഹെൻറി ബേക്കർ അവിടെ ഈ ക്യാമ്പ് തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഹെൻറി ബേക്കർ അങ്ങനെ ഒരു മിഷൻ സ്റ്റേഷൻ തുടങ്ങുന്നതായിരുന്നു ഏറ്റവും വലിയ ഡിസ്കഷൻ നടന്നു നമ്മുടെ അല്ല അന്നത്തെ ഈ CMS കോട്ടയത്ത് നടന്ന വലിയൊരു ചർച്ചയും തർക്കവുമായിരുന്നു. അപ്പോൾ നമ്മുടെ ജോർജ് മാത്തനച്ചനൊക്കെ പരിപൂർണ്ണമായിട്ട് എതിർത്ത്, അങ്ങോട്ട് പോകേണ്ട ഒരു ആവശ്യമില്ലെന്ന് രീതിയിൽ എതിർത്തിരുന്നു. കാട്ടിന് നടുവിലേക്ക് പോകേണ്ട ഒരു കാര്യവുമില്ല, ആന ചവിട്ടി കൊല്ലാൻ വേണ്ടിയാണ് എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഹെൻറി ബേക്കർ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഒറ്റ മിഷണറിമാർ പോലും അങ്ങോട്ട് പോകുന്നില്ല. എന്നാൽ ചില ആളുകളൊക്കെ പോകുന്നുണ്ട്. ഇപ്പം ജേക്കബ് ചാണ്ടി സീനിയറിനെ പോലുള്ള മിഷണറിമാരൊക്കെ മേലുകാവ്, അദ്ദേഹത്തെ മേലുകാവ് അച്ഛൻ എന്നുള്ള പേരിലേക്കാണ് അദ്ദേഹമൊക്കെ അറിയപ്പെടും. അപ്പോൾ അങ്ങനെ വളരെ വിശ്വാസത്തിൻ്റെ വേറൊരു തലമുള്ള ചില തദ്ദേശീയ മിഷണറിമാർ മാത്രമാണ് മേലുകാവ് അല്ലെങ്കിൽ ആ ഹൈ റേഞ്ച് മേഖലയിലോട്ടൊക്കെ പോകുന്നു. അപ്പോൾ എന്തായാലും ഇവിടെ ഒരുപാട് ആളുകൾ എത്തിച്ചേരുന്നുണ്ട് ഈ മേലുകാവ് പ്രദേശം. അപ്പോൾ ഇവരെ മിഷണറിമാരും ഇവരുടെ സഹായികളൊക്കെ ചേർന്ന് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു. പഠിപ്പിച്ച് കഴിഞ്ഞ് ബൈബിളിനകത്തെ കഥകളും സങ്കല്പങ്ങളും ഒക്കെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ പഠിപ്പിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് ആകെ ഒരു കുറ്റബോധവും പശ്ചാത്താപവും ഭയങ്കര പ്രശ്നങ്ങളായി. അപ്പം ഒരു സംഭവം ബേക്കർ പറയുന്നുണ്ട്, ഈ പാലായിക്ക് സമീപമുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഒരാൾ ഒളിച്ചോടി മേലുകാവിലേക്ക് വരുന്നു. മേലുകാവിലേക്ക് വന്ന് അദ്ദേഹം വളരെ സാധുവും പാവവുമായിട്ടുള്ള ഒരു മനുഷ്യനാണ്, ആർക്കും ഇഷ്ടപ്പെടുന്നൊരു പ്രകൃതമാണ് അദ്ദേഹത്തെ. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് അങ്കിൾ ടോം എന്നുള്ളൊരു പേരൊക്കെയാണ് അവർ വിളിക്കുന്നത്. അങ്കിൾ ടോംസ് ക്യാബിൻ എന്ന് പറഞ്ഞൊരു പ്രശസ്തമായൊരു നോവലുണ്ട്, ഒരു ബ്ലാക്സിൻ്റെ. അതിലെ നായക കഥാപാത്രത്തിൻ്റെ പേരാണ് ഈ ബേക്കറൊക്കെ ഇദ്ദേഹത്തെ വിളിക്കുന്നത്.
അപ്പോൾ അങ്കിൾ ടോം ഇതെല്ലാം പഠിച്ച് ബൈബിളിനെ കുറിച്ചൊക്കെ പഠിച്ച് കഴിഞ്ഞപ്പോൾ അങ്കിൾ ടോമിനാകെ കുറ്റബോധം. അങ്കിൾ ടോം ഒരു സിറിയൻ കൃഷ്ണനായിട്ടുള്ള ഒരാളുടെ കുടുംബത്ത് പണിയെടുത്തുകൊണ്ടിരുന്നതാണ്, അവിടുന്ന് ഒളിച്ചോടി വന്ന. അപ്പം ഈ അങ്കിൾ ടോം ഇതെല്ലാം ബൈബിളും കാര്യങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അദ്ദേഹത്തിന് പോയി സ്വർഗത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ പോയി പശ്ചാത്താപിക്കണം, ഞാൻ ചെയ്ത തെറ്റുകൾ ഏറ്റു പറയണം എന്നും പറഞ്ഞ് പാലായിലേക്ക് പോകണം എന്നൊരു പിടിവാശി അദ്ദേഹം വെക്കും. അതുപോലെ വേറെ ചില ആളുകളും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇവരെല്ലാം ആകെ കുഴപ്പത്തിലായത് നമ്മുടെ ഈ കഥ പഠിച്ചോളൂ, മറ്റേ ഒനോസിമോസിൻ്റെ കഥ ഈ മിഷണറി പഠിപ്പിക്കുന്നു. അപ്പോൾ മിഷണറി പഠിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഇവർക്കെല്ലാം പ്രശ്നമായി. ഈ ഒനോസിമോസ് പൗലോസ് അപ്പോസ്തലൻ്റെ സമയത്ത് ജയിലിൽ വെച്ച് കാണുന്നൊരു സ്ലേവാണ്. അപ്പോൾ അദ്ദേഹം വേറൊരു രൂപത്തിലേക്കൊക്കെ മാനസികമായി പരിവർത്തനപ്പെടും. അപ്പോൾ ഒനോസിമോസിൻ്റെ കഥ കേട്ട് കഴിഞ്ഞപ്പം ഇവർക്ക് ഈ ഒളിച്ചോടിച്ചെന്ന ഇടത്തെ സ്ലേവ്സിന് മുഴുവൻ കുറ്റബോധം വർദ്ധിക്കുക. അപ്പോൾ ഞങ്ങൾക്കും പോയി ക്ഷമ പറയാം, എങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗ്ഗരാജ്യത്തേക്ക് പോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ മിഷണറി പറഞ്ഞു, നിങ്ങൾ അങ്ങോട്ട് പോയാൽ നിങ്ങളെ തല്ലിക്കൊല്ലും, തർക്കമില്ലാത്ത കാര്യമാണെന്ന് പറയുന്നു. ഇവർ ഭയങ്കരമായി എതിർക്കുന്നു, അങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരുടെ വിശ്വാസം ഇവർക്ക് ഭയങ്കരമായിട്ട് കൂടിയിട്ട്, അങ്ങനെയല്ല, ഞങ്ങൾ പോയി ക്ഷമ യോജിക്കും, ക്ഷമ യോജിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ചു വരും, ഞങ്ങൾ വളരെ നല്ല വിശ്വാസികളായി ഇവിടെ തുടരാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഈ ഒനോസിമോസിൻ്റെ കഥ കേട്ടിട്ട് നമ്മുടെ ഈ അങ്കിൾ ടോമും അതുപോലെ മറ്റ് പല ആളുകളും അവർ ക്ഷമ യോജിക്കാൻ വേണ്ടി അവരുടെ മുൻ മുതലാളിമാരുടെ അടുത്തേക്ക് കാടിറങ്ങി താഴേക്ക് ചെല്ലുകയാണ്. എന്നാൽ അങ്കിൾ ടോമിനെ അതിക്രൂരമായ രീതിയിൽ ഉപദ്രവിക്കുകയാണ്. അങ്കിൾ ടോമിനെ തല്ലുകയും വളരെ മോശമായ രീതിയിൽ ഉപദ്രവിക്കുകയും ശരീരമെമ്പാടും ചുണ്ണാമ്പൊക്കെ തേച്ചിട്ട് പത്തായപ്പുരയിൽ കൊണ്ടിടുന്നു. ദാഹിക്കുമ്പം ഈ പശുത്തൊഴുത്തിൽ നിന്നുള്ള വെള്ളം, മൂത്രം എല്ലാം കൂടെ ചേർന്നത് അദ്ദേഹത്തിന് കുടിക്കാൻ കൊടുക്കുന്നു. അങ്ങനെ അദ്ദേഹം 2-3 ദിവസത്തിനുള്ളിൽ മരണപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ബോഡി കത്തിച്ച് കളയുന്നതായിട്ടാണ് ബേക്കർ പറയുന്നത്. അദ്ദേഹത്തിന് പിന്നീട് കേസൊക്കെ ആയി, എങ്കിലും വലിയ സംഭവങ്ങളൊന്നും നടന്നില്ല. ചില ആളുകൾ തിരിച്ചു വന്നു, ചില ആളുകൾക്ക് തിരിച്ചു വരാനേ സാധിച്ചില്ല. തിരിച്ചു വരാത്ത ആളുകൾ സ്വാഭാവികമായിട്ടും മരണപ്പെട്ടു എന്നാണ് ബേക്കർ തന്നെ സൂചിപ്പിക്കുന്നത്. അപ്പം ഇത് വളരെ പ്രധാനപ്പെട്ടൊരു മാറ്റമാണ്. അതായത് നമ്മളൊരു ഭൗതിക നേട്ടത്തിന് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി റോട്ടിലൂടെ നടക്കാൻ വേണ്ടി അല്ലെങ്കിൽ വസ്ത്രം ധരിക്കാൻ വേണ്ടിയാണ്, ഒരു മെറ്റീരിയൽ ബെനിഫിറ്റ് അല്ലെങ്കിൽ ഒരു ഭൗതിക നേട്ടത്തിന് വേണ്ടിയാണ് ക്രിസ്തുമതം സ്വീകരിച്ചെങ്കിൽ ഇവർക്ക് പശ്ചാത്താപിക്കേണ്ട ആവശ്യമില്ല, ഇവർക്ക് പാപബോധം ഉണ്ടാകേണ്ട ആവശ്യമില്ല, ഇവർക്ക് കുറ്റബോധം ഉണ്ടാകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ശരിയോ തെറ്റോ എന്നുള്ളത് വേറെ ചോദ്യം. അതായത് ഇങ്ങനെ അവൻ ഒളിച്ചിരിക്കാൻ മേലായിരുന്നു, അങ്ങോട്ട് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്നുള്ള രീതി നമുക്ക് കുറ്റപ്പെടുത്താം, തർക്കമില്ലാത്ത കാര്യമാണ്. പക്ഷേ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാരണം, അവരുടെ സൈഡിൽ നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴത്തേനും അവരൊരു യഥാർത്ഥ വിശ്വാസിയായിരുന്നു. അവരുടെ വിശ്വാസത്തിൻ്റെ കാരണത്താലാണ് അവർ ഈ അവരുടെ മുതലാളി അല്ലെങ്കിൽ അവർ ആരെയാണോ അവർ ഉപദ്രവിച്ച് വിട്ടത് അവരുടെ അടുത്ത് പോയി ക്ഷമ യോജിക്കാനുള്ള ഒരു മാനസിക അവസ്ഥ, അവരുടെ ഒരു ഇന്നർ ട്രാൻസ്ഫോർമേഷൻ, അവരുടെ ഒരു വിശ്വാസത്തിൻ്റെ വേറൊരു തലം രൂപപ്പെടുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ഈ മിഷൻ ഡോക്യുമെൻറ്റുകൾക്കകത്ത് കാണാം. അപ്പോൾ അവരങ്ങനെ പലതരത്തിലുള്ള ചോദ്യങ്ങളിലൂടെയും കാര്യങ്ങളും, ഇപ്പം എന്ന് വെച്ചാൽ എല്ലാവരും അങ്ങനെ ആയെന്നല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ കോശി എന്ന് പറഞ്ഞൊരു മിഷണറി, അപ്പോൾ അദ്ദേഹം ചെയ്ത് കുറച്ച് ഈഴവരെയും പുലയരെയൊക്കെ വിളിച്ചിരുത്തി അദ്ദേഹം ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ നിങ്ങളുടെ ദൈവങ്ങളെല്ലാം കല്ലും മണ്ണുമാണ്, വിഗ്രഹങ്ങളൊക്കെയാണെന്ന് പറഞ്ഞ് തീർന്ന നിമിഷത്തിൽ തന്നെ ഇവരൊന്നടങ്കം കല്ല് വെച്ചെറിയുകയും കമ്പ് വെച്ചെറിയുകയും അങ്ങനെ ഈ കോശീനെ എന്ന് പറയുന്ന മിഷണറിയെ ഓടിച്ചു വിടുന്ന കാഴ്ച നമ്മൾ കാണുന്നു. അപ്പോൾ ഈ ഹെൻറി ബേക്കർ തന്നെ എഴുതുന്നുണ്ട്, ഈ ഒളിച്ചോടി വന്ന ആളുകൾക്കിടയിൽ അവർ നിരന്തരമായി ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നു. ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ട് കുറച്ച് പേർക്ക് യാതൊരു താല്പര്യവും തോന്നുന്നില്ല, ഇത് പറയുന്നത് നിങ്ങൾ പറയുന്നതിനോട് ഞങ്ങൾക്ക് യാതൊരു വിശ്വാസം തോന്നുന്നില്ല എന്ന് പറയുന്നു. ചിലർക്ക് മാത്രം ഭയങ്കര വിശ്വാസം തോന്നും. അപ്പോൾ ഇതൊരു വളരെ സങ്കീർണമായിട്ടുള്ള ഒരു നിമിഷമാണ് മിഷൻ റിപ്പോർട്ടുകൾക്കകത്ത് നമ്മൾ കാണുന്നത്. ഇവരുടെ ഒരു വിശ്വാസത്തിൻ്റെ ഒരു സ്വീകരണം എന്ന് പറയുന്നത് ഒരു പ്രത്യേക രീതിയിലുള്ള തെരഞ്ഞെടുപ്പാണ്. പ്രത്യേകിച്ച് നമുക്ക് തന്നെ അറിയാം, ഒരാൾ വേറൊരു മതവിശ്വാസത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ പ്രധാനപ്പെട്ടാണ്. ഇവരുടെ വിശ്വാസത്തിൻ്റെ ഒരു സ്വീകരണം ഏതൊരു കോണ്ടക്സ്റ്റിലും നമുക്ക് വലിയ തോതിൽ നമ്മളെ ആകെ സംഘർഷത്തിലാക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മളോട് ആരോടെങ്കിലും ഇപ്പോൾ അമ്പലത്തിൽ പോയി ഇരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ തിരിച്ച് അമ്പലത്തിൽ പോകുന്ന ഒരാളോട് പള്ളി വന്നിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു സംഘർഷം നേരിടുന്നതാണ്. അപ്പോൾ ഈ ഒരു സംഘർഷത്തിനൊരു മാനസിക തലമുണ്ട്. അപ്പോൾ ആ തലത്തിനുള്ളിൽ വിശ്വാസത്തിനെ കണ്ടെടുത്ത മനുഷ്യന്മാരാണ് ഈ ക്രിസ്തീയ വിശ്വാസികളായി മാറിയത് എന്ന് പറയുന്ന ഒരു സിദ്ധാന്തമാണ് വളരെ സജീവമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സങ്കല്പം മലയാളികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് മിഷണറിമാരുടെ പ്രവർത്തനങ്ങളായിരുന്നു. അവരുടെ പ്രവർത്തനങ്ങളാലാണ് ഈ കേരളത്തിൽ മൊത്തത്തിലുണ്ടായ മാറ്റമുണ്ടാകുന്നു. വിശ്വാസത്തിൻ്റെ ഒരു പ്രധാന തലം രൂപപ്പെട്ടതും ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.